നമ്മളിപ്പോൾ ഇന്നേ ഇവിടെ ഒരു ലൈബ്രറി കം റീഡിംഗ് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. ശരിക്കും ഇതൊരു സിറ്റ് ഔട്ട് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട് ആയിട്ട് കിടന്ന ഒരു ഏരിയ ആണ്. ഇത് ഇങ്ങനെ ചുമ്മാ ഒരു ഫുൾ ഓപ്പൺ ആയിട്ട് നോർമലി ഉള്ള പോലെ ഒരു സിറ്റ് ഔട്ട് ഒരു ഇത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെയാണ് കിടന്നത്. നമ്മളിപ്പോൾ അത് കെട്ടി അടച്ച് ബ്രിക്ക് വർക്കൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു റൂം പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ടേബിളിന് വേണ്ടി ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വിൻഡോസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് 2 ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി ഒരു ചെറിയ ഡോറും നമുക്ക് ഈ സൈഡിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഫുള്ള് ഈ ഒരു പാസേജിൻ്റെ ഫുള്ള് കിട്ടുന്ന രീതിയിലുള്ളൊരു ഡോറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡോറ് നമ്മൾ നോർമലി കട്ടളയ്ക്ക് പകരം ഇവിടെ ഒരു ഫുൾ പാനലിങ് കൊടുത്തിട്ടാണ് ഈ ഡോറ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വരുന്ന ഇവിടെ ഒരു ഗ്ലാസ് ഡോറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു മെയിൻ എക്സിറ്റ് ഡോർ ഉണ്ട്. അപ്പോൾ ഇത് സ്ട്രോങ് ഡോറാണ്. നമ്മളിവിടെ ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്നത് അലുമിനിയം ഡോറാണ്. അത് ഒരു ചെക്ക് ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ടോട്ടലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ഒരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്കിപ്പോൾ വരുന്നത് UPVC വിൻഡോസ് ആണ് വിൻഡോ സെക്ഷനിൽ കൊടുക്കുന്നത്. അതും നമുക്കൊരു ജോർജിയൻ ബാറൊക്കെ ആഡ് ചെയ്തിട്ട് വുഡൻ ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ടീക്ക് വുഡിലാണ് ഇവിടുത്തെ എക്സിസ്റ്റിംഗ് വിൻഡോസൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ അത് വ്യത്യാസം വരാത്ത രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു വിൻഡോ ആയിരുന്നുണ്ടായിരുന്നു. ആ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഷെൽഫായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങൾ അതൊക്കെ വെക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഡോറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ഓപ്പൺ ടെറസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതിന് നമ്മൾ മൊസ്കിറ്റോയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതൊരു സ്ലൈഡിങ് സിസ്റ്റത്തിലുള്ള മൊസ്കിറ്റോ ആണ്. ഈ ഡോറ് നമ്മൾ ചെയ്തേക്കുന്ന ഡബിൾ ഡോറായിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് ഡോറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ആ ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന രീതിയിലാണ് അതൊരു ചെക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ടോട്ടൽ ലൈബ്രറി ഏരിയ ആണ് വരുന്നത്. ഇത് ഫുള്ളും മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതി. നമുക്കിത് 2 ലെയർ ബുക്ക് വെക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ലെയറേ വെച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡും കൂടെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു വിഡ്ത്ത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ടും ലൈബ്രറി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ബേ വിൻഡോ. ഇത് 2 മീറ്റർ ലെങ്തിൽ വരുന്ന രീതിയിലാണ് ആ ബേ വിൻഡോ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ബേ വിൻഡോയുടെ ബോട്ടം ഏരിയ നമ്മൾ ചെയ്തേക്കുന്നത് അത് ടാൻഡം ബോക്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ, അതായത് ബുക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ 4 സെയിം സൈസിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫുള്ള് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. ഇതിലുള്ള UPVC വിൻഡോ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓപ്പൺ ടൈപ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് നമ്മൾ മൊസ്കിറ്റോ സ്ലൈഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തുറന്നിടുവാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് തുറന്നിട്ട് കാറ്റ് കയറുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ അഡീഷണൽ ആയിട്ടൊരു ഫാനിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാൻഡ്, ഫോണ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ്. വെറുതെ ഇതിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഫാനോ അല്ലെങ്കിൽ ഫോണൊക്കെ ചാർജിലിടാം. പിന്നെ ഈ ബേ വിൻഡോയിൽ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയുടെ ലൈറ്റും പ്ലസ് ഒരു ചാർജിങ് പോയിന്റും എല്ലാം കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ബേ വിൻഡോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അതും ഒരു ലൈബ്രറി ഏരിയ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ കുറച്ച് വലിപ്പമുള്ള ഷെൽഫുകൾ അറേഞ്ച് ചെയ്ത് വലിയ ബുക്കുകളൊക്കെ വെക്കാവുന്ന രീതിയിലും ഇവിടെ ചെറിയ ബുക്കുകൾ വെക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. മാക്സിമം യൂട്ടിലിറ്റി നോക്കിയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു അടിപൊളി വർക്കിംഗ് ടേബിളാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ടേബിളാണ്. നമ്മൾ ഈ വർക്കിംഗ് ടേബിളിൽ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്ന ഇവിടെ 2 ഡ്രോയറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഏറ്റവും മിനിമലായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ ഈ ഇവിടെ വീതി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാല് ഇടിക്കുന്നൊരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീതി കുറച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഡ്രോയറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഒരു ചെറിയൊരു ഡ്രോയർ. നമുക്ക് ഇവിടെ നമ്മളൊരു കീബോർഡ് വെക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. കീബോർഡ് ഇവിടെ വെക്കാം, മൗസ് നമുക്ക് ടോപ്പിൽ വെക്കാം. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 4 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോറേജ്, അതായത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഡ്രോയറിൻ്റെ സിസ്റ്റം എല്ലാം സോഫ്റ്റ് ക്ലോസാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ബോട്ടത്തിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു CPU വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇതിൻ്റെ പവർ സോക്കറ്റുകളെല്ലാം നമ്മൾ ഇതിൻ്റെ ബോട്ടം ഏരിയയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ വയറ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്.
ഈ താഴത്ത് ഈ കേബിളെല്ലാം സ്റ്റോർ ചെയ്തിട്ട് നമുക്കത് ഇതുവഴി മേളിലേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ താഴെ കൊടുത്തേക്കുന്ന പവർ സോക്കറ്റിൻ്റെ ഒക്കെ കൺട്രോൾ വരുന്നത് നമ്മൾ ടോപ്പിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് ആക്സസ് കിട്ടും. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വർക്കിംഗ് ടേബിളിലേക്ക് പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ബോട്ടത്തിലൊക്കെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തും ഒരു 2 പാളിയുടെ വിൻഡോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അതിന് നമ്മൾ മൊസ്കിറ്റോ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ആയിട്ട്. അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മളൊരു 240 സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ മാത്രം, ഈ ബേവിൻ്റെ വന്നൊരു ഏരിയയെ മാത്രം ഫുള്ളായിട്ട് ഡോർസ് കൊടുത്ത് സ്റ്റോറേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു പാനലിംഗ് വർക്ക് കൊടുത്ത് ഈ വർക്കിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി കൊടുത്തതാണ്. ജസ്റ്റ് പാനലിംഗ് കൊടുത്തു, അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് ആക്സസ് ഇല്ല, ഇവിടെയാണ് നമുക്ക് ആക്സസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ AC കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സെയിം തന്നെ ഒരു പാനലിംഗ് കൊടുത്തിട്ട് അതിലാണ് AC വെച്ചേക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിലും ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ഷെൽഫായിട്ട് അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാളാണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത്. ഇനി ബാലൻസ് ആയിട്ട് അത് ജസ്റ്റ് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ആ രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെ സൈസ് വരുന്നത് 4 മീറ്ററാണ് നീളം വരുന്നത്. ഇങ്ങനെ 4 മീറ്റർ വരുന്നുണ്ട്, ഇങ്ങനെ വീതിയിൽ 3.5 മീറ്ററാണ് വരുന്നത്. ആ ഒരു സൈസിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയേക്കുന്ന ഒരു ഫൈനൽ റിസൾട്ട്. നമ്മളിതിൻ്റെ ലൈറ്റിംഗ് കൊടുത്തേക്കുന്ന ഒരു വാം ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ആംബിയൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് നമ്മൾ എക്സ്റ്റീരിയർ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിങ്ങുമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു.